എന്താണ് ഗൈസ്? ഹലോ ഗൈസ്, എന്നോട് വിശേഷം? വീക്കെൻഡ് ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇച്ചായൻ ഡിക്കാത്ലോൺ വരെ പോകുന്നുണ്ട്. എന്നാ പിന്നെ വീട്ടിലൊട്ടും ഇരുന്ന സമയം കളയാൻ താല്പര്യമില്ലാത്ത ആളായ ഞാൻ കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബൈക്കിലോട്ട് അങ്ങോട്ട് ചാടിക്കേറി. കുറച്ചു നാൾ മുന്നേ വരെയും ഇച്ചായൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലായിരുന്നു. പിന്നെ കാലാവസ്ഥ അനുകൂലിക്കാത്തത് കൊണ്ട് അതങ്ങോട്ട് സ്റ്റോപ്പായി. ദേ ഇരിക്കുന്നതാണ് ഇച്ചായന്റെ മുത്തുമണി. ഞാൻ കഴിഞ്ഞിട്ടുള്ള മുത്തുമണി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ കുറച്ചു നേരം കൊണ്ട് ഞാൻ ഇച്ചായൻ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എന്ന് കാണിച്ചുതരാം. ഇതൊക്കെ ഞാൻ രഹസ്യമായിട്ടെടുത്ത ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ. അപ്പൊ കണ്ടില്ലേ ഗൈസ്, ഒരു പ്രൊഫഷണൽ റൈഡറിനെ പോലെ അല്ലേ പുള്ളി ഓഫീസിൽ പോകുന്നത്. അവിടെ എത്തിയിട്ട് കോസ്റ്റ്യൂം ഒക്കെ മാറ്റും കേട്ടോ. എന്തായാലും ഇങ്ങനെ ഓഫീസിൽ പോകുന്ന ആൾക്കാരെ ഡിക്കാത്ലോണിൽ പോകുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തിനാണ് ഇപ്പൊ ഈ ബാക്കിൽ കയറി ഇരിക്കണെന്നാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ട്രിവാൻഡ്രം ഉള്ളൂരുള്ള ഡിക്കാത്ലോണിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വെറുതെ ഒരു ബൈക്ക് റൈഡ് പോകല്ലേ, ഞാനും കൂടെ പോന്നോട്ടെ മാഷി എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറിയെങ്കിലും ഇവിടെ എത്തുന്നത് വരെയും എന്റെ മനസ്സിൽ എനിക്ക് എന്തൊക്കെ ഇവിടുന്ന് വാങ്ങാം എന്നുള്ള ചിന്തയിലായിരുന്നു. എന്തായാലും ചെന്നപാടെ ഞാൻ നമ്മുടെ ലേഡീസ് സെക്ഷനിൽ പോയി ഹെഡ് ബാൻഡ് തപ്പി. ഞാൻ കുറെ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ഓൺലൈൻ നോക്കിയപ്പോഴത്തേനും കുറെ റിവ്യൂസ് ഒക്കെ കണ്ടു. ചിലത് ടൈറ്റ് ആണ്, ചിലത് ഭയങ്കര ലൂസാണ്. അപ്പൊ എന്തായാലും ഇവിടെ വന്നാൽ നമുക്കത് ട്രൈ ചെയ്ത് വാങ്ങിക്കാലോ എന്ന് കരുതി ഇങ്ങോട്ട് പോകുന്നു. ഡിസ്പ്ലേയിൽ ചെയ്തിരിക്കുന്ന പ്രൈസും അതിനകത്തുള്ള ടാഗുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഡിസ്പ്ലേയിൽ 199 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതെടുത്ത് വെച്ച് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് 499, 699 എന്നൊക്കെയാണ് കാണാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഒരു സ്റ്റാഫിനോട് ചോദിച്ചൊന്ന് കൺഫേം ചെയ്തപ്പോൾ മനസ്സിലായി ഡിസ്പ്ലേയിലുള്ള വിലയാണെന്ന്. പിന്നെ ഇപ്പുറത്ത് കണ്ടത് ഈ ബ്ലൂ തൊപ്പിയിലോട്ടൊരു നോട്ടം പോയി. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അതും കൂടി എടുത്തിട്ട് ചൈനയോട് പറഞ്ഞു, തൊപ്പി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതായത് ഞാൻ തൊപ്പി വെക്കുന്നത് ചൈനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലീസ് അതും കൂടെ ഒന്ന് വാങ്ങിച്ചു തരാവോ എന്ന് ചോദിച്ചപ്പോ ശരി എടുത്തോളൂ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പൊ എന്തായാലും എന്റെ ഹെഡ് ബാൻഡ് സെറ്റായി. അതോടൊപ്പം ഒരു തൊപ്പിയും കൂടെ ഫ്രീ കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പൊ ഞാൻ. ഇനിയിപ്പോ ഒരു ബ്ലാക്ക് ടീഷർട്ടും കൂടെ എടുത്താൽ എന്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതും തപ്പി ജെൻ സെക്ഷനിൽ തന്നെ കിടന്ന് കറങ്ങുവാണ്. ഞാൻ ടീഷർട്സ് ഒക്കെ മിക്കപ്പോഴും, അതായത് ഓടാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടീഷർട്സ് ഒക്കെ ഇവിടുന്ന് തന്നെ ജെൻ സെക്ഷനിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം നമ്മുടെ സെക്ഷനിൽ ചെന്നാൽ ലേഡീസിന്റെ കഴുത്തൊക്കെ വന്നിട്ട് വീനൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഓടുമ്പോൾ അത് അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കഴുത്തിറങ്ങി പോവും, പിന്നെ പിടിച്ച് ബാക്കിലോട്ടിടണം, ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് ഓടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇവരുടെ സെക്ഷനിൽ നിന്ന് എടുത്താൽ അതങ്ങോട്ട് നല്ല സെറ്റായിട്ടിരിക്കും. ഇത് കണ്ടോ, ഇതിപ്പം വന്നിട്ട് ലേഡീസ് സെക്ഷനാണ്. പക്ഷെ എനിക്കിതിൻ്റെ കഴുത്ത് കണ്ടിട്ടാണ്, ഇത് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കഴുത്ത് കണ്ടിട്ട് പിന്നെ എടുക്കാൻ തോന്നില്ല. അപ്പം എന്തായാലും ഇട്ടപ്പോൾ കറക്റ്റ് സൈസൊക്കെയാണ്. അങ്ങനെ ബ്ലാക്ക് എടുത്തു. ഇച്ചാൻ വന്നിട്ട് തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. പാവം വേറെ എന്തൊക്കെ എടുക്കാൻ വന്നതാണ്, പക്ഷെ ആകെ തൊപ്പി മാത്രമേ കിട്ടിയുള്ളൂ. ബില്ല് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഗദ്ഗതം ഞാൻ കേൾക്കാതിരുന്നില്ല ഗൈസ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കവടിയാറുള്ള ചമയം എന്നുള്ളൊരു ഫാൻസി ഡ്രസ് കോസ്റ്റ്യൂം കിട്ടുന്ന ഷോപ്പിലോട്ടാണ്. കിച്ചുട്ടിക്ക് സ്കൂളിലൊരു ഡാൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് അവർ പറഞ്ഞ ഒരു വെസ്റ്റ് നമ്മൾ ഓൺലൈൻ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതിവിടെ കിട്ടും എന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. റെന്റൽ ഡ്രസ്സിന് ട്രിവാൻഡ്രത്ത് ഇതിലും നല്ലൊരു ഷോപ്പ് വരെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇതിന് മുമ്പ് കിച്ചുട്ടിക്ക് വേണ്ടുന്ന ഫാൻസി ഡ്രസ്സിന്റെ ഐറ്റംസ് ഒക്കെ വേളിയിലുള്ളൊരു ഷോപ്പിൽ നിന്നായിരുന്നു എടുത്തത്. അതൊരു കുഞ്ഞു കടയാണ്. ഇതെന്ന് വെച്ചാൽ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി ഐറ്റംസ്, എന്തോ വേണോ എന്ത് ചോദിച്ചു എല്ലാം അവിടെ അവൈലബിൾ ആണ്.
ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്. ഇവിടെയാണ് എന്നെപ്പോലുള്ള വലിയ കുട്ടികൾക്കുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നേരത്തെ കണ്ടത് കുട്ടികളുടെ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നത് ഒരു ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ നമ്മൾ കിച്ചൻ്റെ റെസ്റ്റ് എടുത്തിട്ട് ബുക്ക് ചെയ്ത് വെച്ചു. കാരണം ഫെബ്രുവരി 21 അവരുടെ ഡാൻസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചെല്ലുമ്പോൾ അത് അവൈലബിൾ ആയിരിക്കണമെന്നില്ലെന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചു. പൈസ കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് വെച്ചിരുന്നാൽ മതി. ആ ടൈം ആകുമ്പോൾ പോയി എടുത്താൽ മതി. ട്രിവാൻഡ്രം എത്ര ലൈവ്ലി ആണെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡിലുള്ള മുക്കിന് മൂലയ്ക്കുള്ള ചെറിയ കടകളെല്ലാം തുറന്ന് കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കവടിയാറ് തൊട്ട് പട്ടം, കേശവദാസപുരം ആ വഴി വരുമ്പോൾ ഉള്ള കടകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ എന്തായാലും ഇനി പോകുന്ന വഴിക്ക് എനിക്ക് ബ്രെഡ് ഫാക്ടറിയിൽ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അവിടുത്തെ ബ്രെഡ് സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ അന്വേഷിച്ച് ചെന്നാൽ ബട്ടർ ബ്രെഡ് അവിടെ ഇല്ലായിരുന്നു. അതും ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് ഒന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഉള്ള ബ്രെഡൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് വീക്കെൻഡ് വ്ലോഗിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനിയൊരു വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ കലാശക്കെട്ടുന്ന രീതിയിൽ ഒരു ഉത്സവം കൂടെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവത്തിന്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.